ഓൾ, വെൽക്കം ടു ഐസുബി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ HSST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലായി കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൂടെ എനേബിൾ ചെയ്യുക, സോ ദാറ്റ് യു വിൽ റിസീവ് ഓൾ ദ നോട്ടിഫിക്കേഷൻ വെനെവർ ഐ അപ്ലോഡ് എ ന്യൂ വീഡിയോ. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. HSST ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ആശങ്കകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് ഇതേ മേലെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. അപ്പോൾ എക്സാം എപ്പോഴുണ്ടാവും, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, പഠിച്ചപ്പോഴേ തുടങ്ങണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പുള്ള വീഡിയോ കണ്ട് പഠിക്കാമെന്ന് തീരുമാനിച്ച് വരുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ HSA ഇംഗ്ലീഷിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ആവുമോ, അല്ലെങ്കിൽ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് ഹോപ്പ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനി വറീഡ് ആവരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് എൻ്റെ മുന്നിലുള്ളത്, ആ ഓപ്ഷനിലേക്ക് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. കഴിഞ്ഞ വീഡിയോയുടെ താഴെയായി കുറേ കമൻറ്റ്സ് ഞാൻ വായിച്ചു. അടുത്തത് HSSTയും LPUPയും വരാനുണ്ട്. ആദ്യം HSST ആണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും LPUP. ഏതിന് ഫോക്കസ് ചെയ്യണം? LPUP ആകുമ്പോൾ കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്, HSSTക്ക് കുറവാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഏതിന് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ട്. എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, HSST എഴുതാൻ കഴിയുന്നവർ, അതായത് സെറ്റും നെറ്റും MPhil അങ്ങനെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, നിങ്ങളുടെ ചാൻസ് എന്തിനു നിങ്ങൾ നഷ്ടപ്പെടുത്തണം? കഴിഞ്ഞ വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. HSSTൻ്റെ പൊസിഷൻ, സ്റ്റേറ്റസ്, സാലറി, അതുപോലെ അത് എപ്പോഴുണ്ടാവും, അങ്ങനെ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അത്തരം ഒരു സ്റ്റേറ്റസിലും സാലറിയിലും ഒക്കെ വ്യത്യാസമുള്ള നല്ലൊരു ടീച്ചിങ് പോസ്റ്റാണ് HSST. അപ്പോൾ അത് എഴുതി നോക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് 8-9 മാസത്തോളം സമയമുണ്ടെന്ന് ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സാഹചര്യം ബുദ്ധിമുട്ടാണ്, അറ്റ് ടൈം ഒന്നേ പഠിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ HSSTക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതല്ല റിസ്ക് എടുക്കാൻ കഴിയില്ല, എനിക്ക് LPUP ആണെങ്കിലും കുഴപ്പമില്ല, അത് തന്നെയാണ് എനിക്ക് ഫോളോ ചെയ്യണം നിങ്ങളുടെ മനസ്സ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ LPUPക്ക് വേണ്ടി പഠിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു സമയമുണ്ട്, നമുക്ക് ഒരു 1.5 വർഷത്തിൻ്റെ മേലെ നമുക്ക് LPUPക്ക് സമയം കിട്ടാൻ ചാൻസ് ഉണ്ട്. പഠിക്കാൻ സാഹചര്യം അനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് സമയം LPUPക്കും കൂടുതൽ സമയം HSSTക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ചാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. So according to that you can plan your studies. Okay, now what is the need of early preparation? എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതായത് അതിൻ്റെ പല കാരണങ്ങളിലൊന്നാണ് വാസ്റ്റ് സിലബസ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും HSSTൻ്റെ സിലബസ് വാസ്റ്റാണ്. HSAനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4 ഇരട്ടി പഠിക്കാനുണ്ട്. പൊതുവേ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കൊരു ആദ്യ കയറും, പിന്നെ സമയം നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ പഠിക്കാനുള്ള സമയം പോരാ നമുക്ക് HSSTക്ക്. പറഞ്ഞല്ലോ, വാസ്റ്റ് സിലബസ് ആണ്. ആ സിലബസ് കവർ ചെയ്യാൻ നമ്മൾക്ക് ആവശ്യത്തിന് സമയം വേണം. മാത്രമല്ല റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു മോറൽ സ്റ്റോറിയാണ് ആമയുടെയും മുയലിൻ്റെയും കഥ. അതറിയാത്തവരില്ലല്ലോ. അതിൽ ആമ എങ്ങനെയായിരുന്നു പോയത്? തുടക്കം മുതൽ ഫിനിഷിംഗ് പോയിൻ്റ് എത്തുന്നത് വരെയും മത്സരത്തിൽ വിജയിക്കുന്നത് വരെയും ഒരേ ലെവലിൽ റിലാക്സ്ഡായി, സ്ലോ ആയി, ഒരു സ്റ്റേബിൾ സ്പീഡിലാണ് പോയിട്ടുള്ളത്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്പീഡ്, ഒരേ എനർജി. എന്നാൽ മുയൽ എങ്ങനെയായിരുന്നു? ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഓട്ടാണ്. എങ്ങനെ? നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ നമ്മൾ ഇറങ്ങി ഓടുന്ന പോലെ. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുക? മുയൽ കുറേ ദൂരം ഓടി ഒരു ഭാഗത്ത് തളർന്ന് റെസ്റ്റ് എടുക്കാനിരിക്കും. ആമ വരുന്നല്ലേ ഉള്ളൂ, അല്ലേ? നമ്മളും അതുപോലെ തന്നെയാണ്. തുടക്കത്തിലുള്ള ആ സ്പാർക്കും പിന്നീട് മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങും. നമ്മുടെ ടെൻഷനും ആദ്യം കൂടി തുടങ്ങും. അതായത് സിലബസ് കവറാവുന്നില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഇത് പരീക്ഷയ്ക്ക് മുന്നേ തീരുമോ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം വരെ നമ്മൾക്കെതിരാവും. നമ്മളൊക്കെ മനുഷ്യരാണല്ലേ, നമ്മുടെയൊക്കെ സാഹചര്യം എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങൾക്ക് തുടക്കത്തിൽ പഠിക്കാനുണ്ടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അസുഖം, മരണം, കല്യാണം, പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ടെൻഷനോടുകൂടി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പോലും ചില സമയത്ത് പറ്റിക്കൊള്ളണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളെ മറികടക്കാനാണ് നമ്മൾ നേരത്തെ കാലത്തെ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ഈ വീഡിയോ ഏറ്റവും അവസാന കാലത്തൊക്കെ ആയി കാണുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും, അതായത് നോട്ടിഫിക്കേഷന് ശേഷമോ മറ്റോ. അവരോട് പറയാനുള്ളത്, നമ്മൾക്ക് 1 മാസമാണെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് കൂടുതലായിരിക്കും. അതിനനുസരിച്ചുള്ള സമയം, ഒരു ദിവസത്തിൽ ഉറങ്ങാൻ വരെ ഒരു 3 മണിക്കൂർ മാറ്റി വെച്ച് ബാക്കിയുള്ള ഫുൾ ടൈം നമുക്ക് പഠിക്കേണ്ടി വരും.
സോ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ സമാധാനത്തോടു കൂടി പഠിക്കാനായി നമുക്ക് നേരത്തെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സ്റ്റേറ്റ് വൈഡ് എക്സാമാണിത്. നമുക്കറിയാം കേരളത്തിലുള്ള മുഴുവൻ HST ഇംഗ്ലീഷ് ആസ്പിരൻസും ഒരുമിച്ച് എഴുതുന്ന ഒരൊറ്റ മെയിൻ ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത്. സോ നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ വരെ നിങ്ങളുടെ എതിരാളികളായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർമ്മ വേണം. പിന്നെ മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോഴത്തെ എക്സാംസിനൊക്കെയും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറുള്ളത്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുന്ന ഓരോ സെൻറ്റൻസും നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കണം. സോ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് വേണമെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. സോ അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്ത് പ്രാക്ടീസ് വേണം, റിവിഷൻ നന്നായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും കൺഫ്യൂഷൻ വരും. അതാണോ ഇതാണോ എന്ന് ഒരിക്കലും ഉറപ്പിച്ച് ഒന്നിലേക്ക് ബബിൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാവശ്യം നിങ്ങൾ വായിച്ച മെറ്റീരിയൽസ് ഓരോന്നും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ റിവൈസ് ചെയ്യണം. ഓക്കെ. പിന്നെ അറിയാലോ, ഹാർഡ് കോമ്പറ്റീഷനാണ്, വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. എല്ലാവരും ഒരൊറ്റ പരീക്ഷ, ഒരൊറ്റ മെയിൻ ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിയമനങ്ങൾ വളരെ സ്ലോ ആയിട്ട് പോകുന്ന രീതിയാണ് നമുക്ക് കാണപ്പെടുന്നത്. ലയനം എന്ന് പറയുന്ന മറ്റൊരു കടമ്പ ഇനി ഫ്യൂച്ചറിൽ വരാൻ കിടക്കുന്നുണ്ട്. അത് എപ്പോൾ സംഭവിക്കുമെന്നൊന്നും നമുക്കറിയില്ല. സോ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ലിസ്റ്റിൽ കയറുന്നു, അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് നിയമനം ലഭിക്കണം എന്നുള്ള ഫോക്കസിൽ വേണം നിങ്ങൾ പഠിക്കാൻ. റിലാക്സ്ഡ് ലേണിംഗ് ആണ് മറ്റൊരു സ്ട്രാറ്റജി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, റിലാക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് 90% ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുന്ന സമയത്ത് 90% മറന്നു പോവാണ് ചെയ്യുക. അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. ദെൻ ഫോക്കസ് ഓൺ വീക്ക് പാർട്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വീക്ക് പാർട്ട്, ചിലർക്ക് ലിംഗ്വിസ്റ്റിക്സ് ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് ലിറ്റററി ക്രിറ്റിസിസം ആയിരിക്കും, ചിലർക്ക് പോയട്രി ആയിരിക്കും. സോ ഏതാണോ നമ്മുടെ വീക്ക് പാർട്ട്, ആ വീക്ക് പാർട്ടിനെ ആദ്യമേ വർക്കൗട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ദെൻ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് പഠിക്കാനായിട്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് സ്റ്റഡി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഫേസ് സം ചാലഞ്ചസ്. നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് ലാക്ക് ഓഫ് അവെയർനെസ്. നിങ്ങൾ സെൽഫായി പഠിക്കുന്ന സമയത്ത് സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ടാവും, ടൈം ടേബിളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് എങ്ങനെ കോമ്പീറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ മത്സരിക്കണം എന്നുള്ള രീതിയിൽ പല ട്രിക്സ്, അതുപോലെ ടിപ്സ്, ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ ക്ലാസ്സസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടും. ഓക്കെ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ, MCQ പ്രാക്ടീസ് ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് റെഗുലറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും, അതുപോലെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. അവരെത്ര എത്തി, ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, സോ ഐ ഹാവ് ടു വർക്ക് മോർ. അങ്ങനെയുള്ള പല അവെയർനെസ് ഉണ്ട്. അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആ സിലബസിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് അവെയർനെസ് എന്നുള്ള രീതിയിലേക്ക് ബാധിക്കാവുന്ന ഒരു ചലഞ്ചാണ്. പിന്നെ രണ്ടാമത് വർക്ക് ലോഡ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. കാരണം നമ്മളുടെ സിലബസ് തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അറിയാത്ത ടോപ്പിക്സ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വീക്കായിട്ടുള്ള ഏരിയ ഉണ്ടാവും നമുക്ക്. സോ അത് നമ്മൾ തന്നെ സെൽഫായിട്ട് തന്നെ നമ്മളത് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ മറ്റൊരാളോട് ചോദിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കുറയാണ്. അതുപോലെ MCQs, ഓക്കെ, ഇഷ്ടംപോലെ MCQs പ്രാക്ടീസ് ചെയ്യാനുള്ളത്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ സെൽഫായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും MCQs ഒക്കെ. അപ്പോൾ സോഴ്സുകൾ കുറവാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സ് കൂടും. സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ തരാനായിട്ട് പുറത്തുനിന്ന് ആളുണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ലേഡി ടീച്ചേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളും കുടുംബവും ഒക്കെ മാനേജ് ചെയ്യേണ്ടി വരും. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, സിറ്റുവേഷൻ, അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ, ഈവൻ ജെൻ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്ക് അവരുടേതായ ഫാമിലി പ്രോബ്ലംസ്, സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ തരാനായിട്ട് ആളുണ്ടാവില്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും നമുക്ക് വേറെ ആളെ കിട്ടുന്നില്ല. ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മുടെ മോട്ടിവേറ്ററും നമ്മുടെ ടീച്ചറും ഒക്കെ നമ്മൾ തന്നെയാണ്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ പോയിന്റ്, ട്രിക്സ്, ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ, ഇതൊന്നും പുറമേ നിന്ന് നമുക്ക് കിട്ടാനില്ല. എല്ലാം നമ്മൾ സെൽഫായി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ച്, അതായത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. ബട്ട് ആക്ച്വലി നമ്മളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അതറിയണമെങ്കിൽ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയാലായിരിക്കും മനസ്സിലാവുക. ഓക്കെ, മാത്രമല്ലടാ, പണ്ടൊക്കെ ആണെങ്കിൽ PSCയെ കുറിച്ചൊന്നും ആർക്കും അറിയാനുണ്ടായിരുന്നില്ല. അപൂർവം ചിലർ മാത്രമാണ് PSC എഴുതുക പോലും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് +2 കഴിഞ്ഞാൽ തന്നെ വേറെ കോഴ്സിന് പോലും പോവാതെ PSC കോച്ചിങ് സെൻറ്ററിൽ പോയി ചേരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്, ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ആൾക്കാർ ഇന്ന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോച്ചിങ് സെൻറ്റേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫായിട്ട് ഇരുന്ന് നമ്മൾ പൊട്ടക്കിണറ്റിലെ തവലെ പോലെ ആവരുത്.
ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാതെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിരിക്കും, ബട്ട് അത് എവിടെയും എത്തിയിട്ടുണ്ടാവണമെന്നുമില്ല. സോ ഐ സജസ്റ്റ് യു, നിങ്ങൾ എത്രയും നല്ലത് ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ കീഴിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ബി വെരി ക്ലവർ ആൻഡ് കണ്ണിങ്. അതായത് ഇന്ന് ഇഷ്ടം പോലെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ബട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പൈസ കുറവ് എവിടെയാണ് അല്ലെങ്കിൽ പൈസ കൂടുതൽ എവിടെയാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, അങ്ങനെയല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് എവിടെ കിട്ടുമെന്നാണ്. ഓക്കെ, രസതന്ത്രം സിനിമയിൽ മോഹൻലാൽ സാർ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കൂടെ അറിയണം, അല്ലേ? സാധാരണ കോച്ചിങ് സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫേമസ് ഏതാണ്, ഏറ്റവും അഫോർഡബിൾ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് എവിടെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യാറ്, അല്ലേ? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായിട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് എല്ലാവർക്കും ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സാഹചര്യം വളരെ മോശമുള്ള, അതായത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അല്ലെങ്കിൽ ജോലി സംബന്ധമായി മറ്റ് പല ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് ഏറ്റവും മാനസികമായിട്ട് അനുയോജ്യമായ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേ ഓഫ് ടീച്ചിങ് ഉള്ള ഒരു കോച്ചിങ് സെൻറ്റർ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൽ റിസൾട്ട് കണ്ടെത്താനാവുള്ളൂ. സാധാരണ നമുക്കൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഹ്യൂജ് എമൗണ്ട് അടച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേ ഓഫ് ടീച്ചിങ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നോട്ട്സ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ, അല്ലേ? നമുക്കത് റീഫണ്ട് തരാനോ അല്ലെങ്കിൽ നിർത്തിപ്പോരാനോ നമുക്ക് കഴിയില്ല, കാരണം നമ്മുടെ പൈസ നഷ്ടമാണ്. ബട്ട് നമ്മുടെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈക്കി ഇംഗ്ലീഷ് അക്കാഡമിയിൽ ഇങ്ങനൊരു ഫെസിലിറ്റി നമ്മൾ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. കാരണം ഒന്നാമത് മന്ത്ലി പേയ്മെൻ്റ് ആണ്. ഒരു മാസം 1000 രൂപ അടച്ചാൽ ആ മാസം നിങ്ങൾക്ക് പഠിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇംപ്രസ്ഡ് ആയില്ല എങ്കിൽ ഒരു വിതിൻ 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം പഠിച്ചു, പിന്നീട് എന്തെങ്കിലും ലൈഫിലുള്ള സാഹചര്യം മൂലം കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, സോ നിങ്ങളുടെ പൈസ ഇവിടെ നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ 2 മാസം പഠിച്ചു, അതിൻ്റെ ഫീസ് മാത്രം അടച്ചു, പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരുടെയും പൈസയ്ക്ക് വിയർപ്പിൻ്റെ മൂല്യമുണ്ട്, അല്ലേ? വി ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഞാനും ജെസില മാമും കിട്ടാൻ ആഗ്രഹിച്ചൊരു കോച്ചിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഇനി ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാവട്ടെ, കോച്ചിങ്ങിന് ചേർന്നവരാകട്ടെ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഹൗ ടു പ്രിപ്പയർ ഫോർ HSST ഇംഗ്ലീഷ് എക്സാമിനേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ. നിങ്ങൾ മാനസികമായും ശാരീരികമായും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കണം. HSC എക്സാം എഴുതി കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ചൂടും പുക ഇപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രിപ്പറേഷൻ ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യം വരില്ല. ബട്ട് എക്സാം എഴുതാത്തവർ, ഇനി എഴുതാൻ പോകുന്നവർ, ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരും കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു കിട്ടാത്തവരാണെങ്കിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസികമായും ശാരീരികമായും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ വിലപ്പെട്ട സമയം മുഴുവനും നമുക്ക് നഷ്ടമാകുന്നത് ഈ സോഷ്യൽ മീഡിയാസിലാണ്. സോ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. പഠിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന അനാവശ്യ മെസ്സേജുകൾ, വെറുതെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതൊക്കെ നമ്മളുടെ വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അതൊക്കെ മാറ്റി നിങ്ങൾ പഠനത്തിലേക്ക് മാത്രമായിട്ട് വരിക. സെക്കൻഡ് സ്റ്റെപ്പ്, കണ്ടിന്യൂസ് വിഷ്വലൈസേഷൻ ഓഫ് യുവർ സക്സസ്. HSC ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഡ്രീം ചെയ്യുക മാത്രമല്ല, വിഷ്വലൈസ് ചെയ്യുക ചെയ്യണം. ഡ്രീം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധം, ഉറക്കം കെടുത്തുന്ന രീതിയിൽ, അസ്വസ്ഥമാക്കുന്ന രീതിയിലാവണം HST ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റിൽ കയറുക, നിയമനം ലഭിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നം. ഇനി അത് വിഷ്വലൈസ് ചെയ്യും കൂടെ വേണം. ഡെയിലി എന്നോണം നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ എക്സാം എഴുതുന്നു, മെയിൻ ലിസ്റ്റിൽ വരുന്നു, ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൽ കാണണം. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ, അല്ലെങ്കിൽ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോകും, ഈവൻ ആ രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മളത് ഫോട്ടോ എടുക്കുന്നതും സ്റ്റേറ്റസ് ഇടുന്നതും എല്ലാവർക്കും മെസ്സേജുകൾ അയക്കുന്നതും എല്ലാവരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ണിൽ കാണണം. ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ചില്ലറ കോൺഫിഡൻസ് ഒന്നല്ല മക്കളെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, റാങ്ക് ഫിക്സിങ്. HST ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ മെയിൻ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ആ ഇനിഷ്യൽ സഹിതം എത്രാമത്തെ റാങ്കിലാണ് വരുന്നത് അത് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുക. എനിക്ക് ഫസ്റ്റ് റാങ്ക് ആണ്. ഫസ്റ്റ് റാങ്ക് എന്നൊരു റാങ്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരായിരിക്കും മെയിൻ ലിസ്റ്റിൽ. അല്ലെങ്കിൽ 2ാം റാങ്ക്, അല്ലെങ്കിൽ 5th റാങ്ക്, അത് എൻ്റെ പേരാണ്. ആ റാങ്ക് എനിക്കുള്ളതാണ്. ഓക്കെ, എങ്ങനെ പോയാലും ആ 10ാമത്തെ റാങ്കിൻ്റെ ഉള്ളിൽ അങ്ങ് വന്നേക്കണം കേട്ടോ. അതിന് ശേഷത്തെ റാങ്കിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്. ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ എൻ്റെ പേരുണ്ട്.
അതും എത്രാമത്തെ റാങ്കാണ് ആ റാങ്ക് നിങ്ങളങ്ങ് ഫിക്സ് ചെയ്യുക. പറ്റുമെങ്കിൽ അത് ഒരു പേപ്പറിലൊക്കെ എഴുതി നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇനി 4th സ്റ്റെപ്പ്, ഹാവ് എ ഹാർഡ് കോപ്പി ഓഫ് ദ സിലബസ്. പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കണം എന്നർത്ഥം. അതായത് എൻ്റെ ഫോണിലുണ്ട്, എൻ്റെ ലാപ്ടോപ്പിലുണ്ട്, എൻ്റെ ടാബിലുണ്ട്, അതല്ല നമുക്കിവിടെ വേണ്ടത്. അവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ, കയ്യിൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റഡ് കോപ്പി വേണം. അതിനുശേഷം ആ പ്രിൻ്റഡ് കോപ്പിയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഫുൾ ഇൻഫർമേഷൻ കൊണ്ട് കുത്തി നിറച്ച് എഴുതി വെക്കാനല്ല, പിന്നെ നമുക്ക് നോക്കാൻ തോന്നില്ല. ഇതിനകത്ത് ഓതേഴ്സിൻ്റെ സൈഡിലൊക്കെ ആ ഓതേഴ്സിൻ്റെ ഇയർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു വർക്ക് ഏതാണോ ആ വർക്കിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ സൈഡിലായിട്ട് എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ PB ഷെല്ലിയുടെ ഇയർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അതുപോലെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്, ഫോർ എക്സാമ്പിൾ ചെഞ്ചി ഏത് ഇയറാണ് പബ്ലിഷ് ചെയ്തത്, അത് എഴുതി വയ്ക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ഡെയിലി നിങ്ങളത് വായിക്കുക. ഡെയിലി മീൻസ് ഡെയിലി ഫുൾ സിലബസ് നിങ്ങൾ വായിക്കണം. അത് വായിച്ച് എക്സാമിനോട് അടുക്കുമ്പോഴേക്കും അതിനകത്തുള്ള ഓരോ പോയിൻ്റ് നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കും. I'll show you an example. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടൈക്കി ഇംഗ്ലീഷ് അക്കാഡമിയിൽ വന്ന കുട്ടികൾക്ക് ഞങ്ങൾ പഠിക്കാൻ കൊടുക്കുന്ന സിലബസാണ്. ഓക്കെ, അതായത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് ഒറിജിനൽ സിലബസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതാണ് ഞങ്ങൾ പ്രിൻ്റ് എടുക്കാൻ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ മൊഡ്യൂൾ വൈസ് ഓതറുടെ ലൈഫ് സ്പാൻ, അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഏതാണ്, അതുപോലെ അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇത് കംപ്ലീറ്റ് സിലബസ് തന്നെ നമ്മൾ ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഇത് പ്രിൻ്റ് എടുത്ത് വായിച്ചാൽ മാത്രം മതി. അതുപോലെ അവർക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ വരെ, അതും എത്ര സമയം പഠിക്കണം, അവർക്ക് റിമാർക്സ് എഴുതാനുള്ള ഒരു ടൈം ടേബിൾ വരെ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കോച്ചിങ് സെൻറ്റർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് സിലബസ് ടൈക്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു പക്ഷേ ഈ വീഡിയോയ്ക്ക് ശേഷം വേറെ എവിടെയെങ്കിലൊക്കെ ഇനി ഇതുപോലുള്ള സിലബസ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ട്രെൻഡ് ഇറങ്ങുമ്പോഴല്ലേ ബാക്കി എല്ലാവരും അതിലേക്ക് എത്തുക അല്ലേ. ഓക്കെ, 5th സ്റ്റെപ്പ്, ടൈം ടേബിൾ പ്രിപ്പറേഷൻ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം, സാഹചര്യം ഒക്കെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. എന്തൊക്കെ കൺസിഡർ ചെയ്യണം? കൺസിഡർ യുവർ മീ ടൈം. മീ ടൈം മീൻസ് യുവർ പേഴ്സണൽ ടൈം. നമുക്ക് ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ടൈമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെച്ചെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലെ കാര്യം, ജോലിക്കാര്യം അതൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ടൈമുണ്ട് അല്ലേ, നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയം. അതിന് കൺസിഡർ ചെയ്തിട്ട് വേണം, ഫാമിലിയെ കൺസിഡർ ചെയ്യണം. ഓക്കെ, മിനിമം ഒരു 8 അവർ പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം, മിനിമം. ഓക്കെ, പക്ഷേ ഓരോരുത്തരുടെയും സാഹചര്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സമയം നിങ്ങൾ വേണം കണ്ടെത്താൻ. ഈവൻ നമ്മൾ ടൈം ടേബിൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, ബട്ട് അവർക്ക് പഠിക്കേണ്ട ടോപ്പിക്സാണ് കൊടുത്തത്. അതുപോലെ പഠിച്ച സമയം, അവരെത്ര സമയം പഠിച്ചു എന്ന് എഴുതി വെക്കാനൊരു കോളം. പക്ഷേ പഠിക്കേണ്ട സമയം അത് അവർ പേഴ്സണലായിട്ട് കണ്ടെത്തേണ്ടതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സമയത്തെ പോലെ പഠിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെ കുടുംബവും സാഹചര്യവും ജീവിതവും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സമയം അവർ സ്വയം കണ്ടെത്തണം. ഈവൻ നമ്മളോട് ടൈം ടേബിൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഓൾറൈറ്റ്, സോ മിനിമം ഒരു 8 അവേഴ്സ് ഒരു ഡേ പഠിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. സമയം എടുത്ത് പഠിച്ചോളൂ. ഓക്കെ, 8 മണിക്കൂറൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശീലം നമുക്ക് വരും. ഓക്കെ, പഠിക്കാൻ കൂടുതൽ സമയം എടുക്കാൻ പറ്റുന്നവർ കൂടുതൽ സമയം എടുത്ത് പഠിക്കുക. അത്രയും കഴിയുന്നില്ലെങ്കിൽ മിനിമം ഒരു 5 hours എങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ദെൻ വെയിറ്റേജ് ടു വീക്ക് ടോപ്പിക്സ്. ആദ്യം നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് വീക്ക് ടോപ്പിക്സിനാണ്. അതായത് നമ്മുടെ സിലബസിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. നമ്മുടെ വീക്ക് പോയിൻ്റ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈസി ടോപ്പിക്സും അതിനകത്തൊപ്പം തന്നെ കൊണ്ടുപോകുക. ദെൻ ലിമിറ്റഡ് ടൈം ഫോർ ഈച്ച് ടോപ്പിക്. നിങ്ങൾ ഓരോ ടോപ്പിക്കിനും ലിമിറ്റഡ് ആയിട്ടുള്ള സമയം വെച്ച് പഠിക്കണം. ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് 1 മണിക്കൂർ കൊണ്ടും 1 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും പഠിക്കാം. എന്തിനേറെ പറയുന്നു, ഒരു സെമസ്റ്റർ മുഴുവനുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയം കൊണ്ട് പഠിച്ച് ഉച്ച കഴിഞ്ഞിട്ട് സെം എക്സാം എഴുതുന്ന ഒരു പ്രത്യേക ചരിത്രം ഡിഗ്രിയും PG ഒക്കെ പഠിക്കുമ്പോൾ നമുക്കും ലൈഫിലുണ്ടായിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഒരു ടോപ്പിക്കിനെ നമുക്ക് ലിമിറ്റഡ് സമയം വെച്ച് പഠിക്കുക. സമയം കൂടുതൽ എടുക്കും തോറും നമ്മൾ അത്രയും സമയം വേസ്റ്റ് ചെയ്യുകയുള്ളൂ. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ടോപ്പിക്കും പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക, വലിച്ചു നീട്ടാതിരിക്കുക. ഓക്കെ, ദെൻ സഫിഷ്യൻറ്റ് ടൈം ടു സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ റീഫ്രഷ് ആകും. സോ ഉറങ്ങാനുള്ള സമയം നല്ല രീതിയിൽ നിങ്ങൾ കണ്ടെത്തണം. ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാകും, പക്ഷേ പകൽ എപ്പോഴെങ്കിലും ആ ഉറക്കം നിങ്ങൾ ബാലൻസ് ചെയ്തോളണം. എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ, 6th സ്റ്റെപ്പ്, സിലബസ് കവറേജ്. അതായത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു കോപ്പിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, ടൈം ടേബിൾ സെറ്റ് ചെയ്തു, അടുത്തതായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാവണം? കവർ ദ സിലബസ് അറ്റ് ദ ഏർലിയസ്റ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 9 മാസം ഉണ്ടല്ലോ,
അങ്ങനെയല്ല, എത്ര വേഗം പഠിച്ച് തീർക്കാൻ പറ്റുമോ അത്രയും വേഗം നിങ്ങളെ സിലബസ് തീർക്കണം. നമുക്ക് റിവിഷനാണ് വേണ്ടത് മക്കളെ, റിവിഷനാണ് നമുക്ക് സമയം വേണ്ടത്, അതാണ് കിട്ടാത്തതും. ഈ കഴിഞ്ഞ എക്സാം എഴുതിയിട്ട് എത്ര പേർക്ക് തോന്നി ഒരു തവണയും കൂടെ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ? എത്ര ചോദ്യങ്ങളാണ് അറിയാവുന്നത്, ആൻസറിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. വായിച്ച് അതാണോ ഇതാണോ ഒരെണ്ണത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, ബബിൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണടച്ച് ഉറപ്പിച്ചതാണെങ്കിലോ ഒക്കെ തെറ്റിയും പോയി. ഓക്കെ, അതിൻ്റെ കാരണം നല്ല രീതിയിൽ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് റിവിഷനാണ് സമയം വേണ്ടത്. അതുകൊണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ്, ഞാൻ നേരത്തെയും പറഞ്ഞു, ലിമിറ്റഡ് സമയം ഓരോ ടോപ്പിക്കിനും കൊടുക്കുക. വലിച്ച് വാരി നീട്ടിയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ സിലബസ് തീർക്കുക. ദെൻ കൂടുതൽ സമയം നമുക്ക് ആദ്യം കിട്ടും. അതുകൊണ്ട് ടഫ് ടോപ്പിക്സൊക്കെ ഫസ്റ്റ് തീർക്കുക. ഈ സിലബസ് ഞാൻ പലതവണ വായിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ടഫായിട്ടുള്ളത് ഏതാണ്, ഈസി ആയിട്ടുള്ളത് ഏതാണ്, കൂടുതൽ ടൈം ഏതിന് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. സോ ടഫായിട്ടുള്ള ഏരിയ ഏതാണെന്നും മനസ്സിലാക്കി അത് ആദ്യമേ പഠിച്ചു തുടങ്ങുക. ഡെയിലി റീഡിങ് ഓഫ് ദ ന്യൂലി ലേൺഡ്. നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങളത് വായിച്ചിരിക്കണം. തുടക്കത്തിൽ നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളൂ, അതിനുള്ള അറ്റൻഷനേ വരുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ഒരു മെത്തേഡിലൂടെ ന്യൂ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ടോപ്പിക്സിന് ഓരോന്നിനും 10 മിനിറ്റ് വെച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റഡി ടൈം കൂട്ടാൻ പറ്റും. ഓക്കെ, നോട്ട് ഡൗൺ ഡെയിലി CA കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി എഴുതിയെടുക്കണം. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏത് വർഷമാണ് എക്സാം എഴുതാൻ പോകുന്നത് അത് മാത്രമല്ല, അതിൻ്റെ 2-3 വർഷം മുമ്പുള്ളത് മുതൽക്കുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനുള്ളൊരു ഈസി മെത്തേഡ് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തെ CA ആണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ, നോട്ട് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ 2024 സെപ്റ്റംബർ, 2023 സെപ്റ്റംബർ, 2022 സെപ്റ്റംബർ, ഇത്രയും വർഷങ്ങളിലെ സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സും കൂടി ഇതിനൊപ്പം ഇങ്ങനെ പഠിച്ചു പോവുക. അപ്പോൾ ഒരൊറ്റ വർഷത്തെ പ്രിപ്പറേഷനിലൂടെ കഴിഞ്ഞ 3-4 വർഷത്തെ ഒരുമിച്ച് അങ്ങ് ഓരോ മാസവും കഴിഞ്ഞു പോകും. പിന്നെ നമുക്കത് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, 7th സ്റ്റെപ്പ്, ലേണിംഗ് അറ്റ്മോസ്ഫിയർ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ സ്റ്റഡി റൂം, എവറിത്തിങ് മാറ്റേഴ്സ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് B.Ed ഡൺ ആൻഡ് ഡൺ ലേണിംഗ് സ്റ്റൈൽ മോഡൽ അല്ലേ. ഇരുന്നും കിടന്നും തിന്നും കുടിച്ചും പാട്ട് കേട്ടും ഫോണിൽ നോക്കിയും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും പഠനത്തിൻ്റെ സ്റ്റൈൽ ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് മുറി അടച്ചിരുന്ന് പഠിക്കണം എന്നുള്ള കോൺസെപ്റ്റൊക്കെ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, വരാന്തയിലോ മുറ്റത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഞാൻ PSCക്ക് പഠിക്കുകയാണേ എന്നും പറഞ്ഞ് വാതിലടച്ചു പൂട്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ റിലാക്സ് ചെയ്ത് പഠിക്കാൻ എവിടെയാണ് സുഖം, എവിടെ ഇരുന്നാലാണ് വായിക്കുമ്പോൾ നമുക്ക് തലയിൽ കയറുന്നത്, അവിടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, സോ ഫൈൻഡ് എ സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഒക്കേഷണലി. നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുകയും ചെയ്യാം. എപ്പോഴും ഒരേ റൂമിൽ ഒരേ കസേര അല്ലാതെ ഉമ്മറത്തോ അല്ലെങ്കിൽ ഹാളിലോ അടുക്കളയിലോ എവിടെയാണോ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്പർ 8, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കാറുണ്ടോ? ഫിറ്റ്നസ് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടാവും കേട്ടോ, ചിലരുണ്ടാകും, വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാകും. ബട്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് വീട്ടിൽ കുടുംബവും മക്കളൊക്കെ പുറകെ നടക്കുന്നവർക്ക് അതിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹെൽത്തി മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഹെൽത്തി ബോഡി ആയിരിക്കണം നിങ്ങൾക്ക്, അല്ലേ? ഹെൽത്തി ബോഡി ആണെങ്കിലേ നമുക്ക് നമ്മുടെ മനസ്സ് ഹെൽത്തി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശരീരം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് കോച്ചിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യം, അവരെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാറുള്ള കാര്യം ഇതാണ്. അവരുടെ ബോഡി, ഫുഡ്, ഹൈഡ്രേഷൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഓരോരുത്തരെയും ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മിനിമം അവരെ വിളിച്ചും മെസ്സേജ് അയച്ചും അവരുടെ കാര്യങ്ങൾ തിരക്കാറുണ്ട്. അതിലൊരു കാര്യമാണിത്, അവരുടെ ഹെൽത്ത്, ഫിറ്റ്നസ്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ? നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കാൻ ആളില്ലാത്തവരുണ്ടാകും, അല്ലേ? അതിനാണ് നമ്മളുള്ളത്. അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി നമ്മളെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനും നമുക്ക് മനസ്സറിഞ്ഞ് പഠിക്കാനും പറ്റുന്ന ഒരു കോച്ചിങ് സെൻ്ററാണ് നിങ്ങളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അത് ടൈക്കെന്നല്ല, ഏത് സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് കംഫർട്ടായിരിക്കണം, റൈറ്റ്? സോ ഹെൽത്ത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ ഹെൽത്തി ഫുഡ്സ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ചോറ് ഇങ്ങനെ വാരി കഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള ചോറും അതിനൊപ്പം നമ്മൾ നല്ല വെജിറ്റബിൾസ്, നല്ല ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക. ഓക്കെ, അതുപോലെ രാത്രിയിൽ പഠിക്കാനിരിക്കുന്നവർ ഹാഫ് ഫിൽഡ് ആയിരിക്കുക. വയർ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ വല്ലാതെ ഉറക്കം വരും. സോ രാത്രി പഠിക്കാനിരിക്കുന്നവർ ഒരു സാലഡ് ബൗൾ കൊണ്ടുവയ്ക്കുക. എന്തെങ്കിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അത് നമ്മുടെ പഠിക്കുന്ന ടേബിളിൽ ഒരു സൈഡിൽ ഇരുന്നോട്ടെ. വിശക്കുന്നത് എപ്പോഴാണോ 2-3 സ്പൂൺ ഓഫ് സാലഡ്സ് കഴിക്കുന്നു, പഠിക്കുന്നു. സോ നമ്മുടെ വയറും
അവിടെ കംഫർട്ടായിരിക്കും. ഈ ഗ്യാസ് ആസിഡിറ്റി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്, എനിക്കങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് പഠനം സുഖകരമായി പോകണമെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹെൽത്ത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്ലീപ്പ് 6 to 8 hours ഡെയിലി. ഒരു ദിവസം നിങ്ങൾ 6 to 8 മണിക്കൂർ ഉറങ്ങിയേ മതിയാവും. ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചു എന്ന് അന്തസ്സായി പറയുന്നവരോടാണ് പറയുന്നത്, അത് നല്ലതല്ല. ഓക്കെ, നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിനും നല്ല പഠനത്തിനും ആവശ്യമാണ്. അപ്പോൾ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം. പകൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന സമയത്ത് ദയവേത് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം PSC എക്സാം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ രാവിലെ നടക്കാറുണ്ട്. അപ്പോൾ രാവിലെയുള്ള സമയം ഉറങ്ങുന്നതും ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. 9th സ്റ്റെപ്പ്, ഷാർപ്പ് സ്റ്റഡി സ്ട്രാറ്റജി. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിക്കോട്ടെ കോച്ചിങ്ങിന് പോകുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി വളരെ ഷാർപ്പായിരിക്കണം. എല്ലാവരും പഠിക്കും, ബട്ട് നിങ്ങൾ വെറും പഠിക്കലല്ല ചെയ്യേണ്ടത്, പഠിക്കാനെടുക്കുന്ന സ്ട്രാറ്റജിയിൽ വ്യത്യാസം കൊണ്ടുവരണം. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് നിങ്ങൾ കോച്ചിങ്. ഒരു സത്യം പറയട്ടെ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സെൽഫ് സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു അതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്. ലാക്ക് ഓഫ് അവയർനെസ് വലിയൊരു പ്രശ്നമാണ്. ഇന്ന് 90% ആൾക്കാരും പഠിച്ച് എനിക്കിത് കിട്ടണം എന്ന് തന്നെ കരുതി പോകുന്നവരാണ്. പണ്ടത്തെ പോലെ വെറുതെ ഒന്ന് പോയി നോക്കാം, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നവരല്ല. അതുമല്ല, 90% ആൾക്കാരും തന്നെ കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ, അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾക്ക് അറിയുന്നില്ല സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, എന്തൊക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത്, കോച്ചിങ് സെൻറ്ററിലൊക്കെ ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്, അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ഫുൾ ഫീച്ചേഴ്സാണ് അല്ലേ, പൈസ കൊടുത്ത് വാങ്ങുന്നവരാണ്, പൈസ കൊടുത്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ നമ്മൾ സ്വന്തം ഇരുന്ന് പഠിച്ച് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് സെൽഫായിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് PYQs MCQs ഒക്കെ സ്വയം ചെയ്യുക, എന്നിട്ട് അവരുടെ ഒപ്പം എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റൂല എന്നല്ല, പറ്റും, പക്ഷെ നമ്മൾ അത്രയേറെ എഫേർട്ട് ഇടണം. ഓക്കെ, ഇനി കോച്ചിങ്ങിന് പോവുക എന്നുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് കോച്ചിങ് വേണം നിങ്ങൾ നേടിയെടുക്കാൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവുക. അതാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. സോ നമുക്ക് അതിനായിട്ടുള്ളൊരു മൈൻഡ് കിട്ടും. വീട്ടിലാവുന്ന സമയത്ത് പല ഡിസ്ട്രാക്ഷൻസും വരും, കുട്ടികളും അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരിക, പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കോച്ചിങ് സെൻറ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആവുകയാണ് നമ്മൾ. അതല്ല, ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഓൺലൈൻ ഓപ്റ്റ് ചെയ്യാം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കണ്ണിങ് ആയിട്ടും ക്ലെവറായിട്ടും വേണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേ ഓഫ് ടീച്ചിങ് ആണോ, മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിനുള്ള ഫെസിലിറ്റി എല്ലായിടത്തും ഉണ്ടോ ഞങ്ങൾക്കറിയില്ല, ടൈക്കിലുണ്ട്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഓർ സിംഗിൾ. നിങ്ങൾ പഠിക്കുന്ന സ്ട്രാറ്റജി ഒന്നെങ്കിൽ ഗ്രൂപ്പായിട്ടിരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ദെൻ ഡേ ഓർ നൈറ്റ്. ചിലർ രാത്രി ഓവർനൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്, ചിലർക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ട്. സോ നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അത് തിരഞ്ഞെടുത്ത് പഠിക്കുക. ദെൻ കോമ്പറ്റിറ്റീവ് മൈൻഡ്, അതാദ്യം വേണം. കോമ്പറ്റിറ്റീവ് മൈൻഡ്, ഞാൻ പറഞ്ഞു ഇത് സ്റ്റേറ്റ് വൈഡുള്ള എക്സാമാണ്. എല്ലാവരും ഒരൊറ്റ ലിസ്റ്റിലേക്ക് കയറാനാണ് പഠിക്കുന്നത്. ഈവൻ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് പോലും നിങ്ങളുടെ എതിരാളി തന്നെയാണ് അല്ലേ, അവരെയൊക്കെ ബീറ്റ് ചെയ്യാനാണ് നിങ്ങൾ പഠിക്കുന്നത്, എക്സാം എഴുതുന്നത്. സോ ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവണം. അങ്ങനെ പഠിച്ചാലേ നമുക്ക് ലിസ്റ്റിൽ കയറാനും നിയമനം ലഭിക്കാനും പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫീൽ ഫിയർ. അതായത് പരീക്ഷയെ പേടിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, നിങ്ങൾ പഠിക്കുന്നത് റൈറ്റ് ട്രാക്കിലാണോ, എൻ്റെ പഠനം കുറഞ്ഞു പോയോ, ആ ഒരു ഫിയർ എപ്പോഴും ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്പാർക്ക് നഷ്ടപ്പെടും. തുടക്കത്തിൽ എല്ലാവർക്കും ഒരു സ്പാർക്ക് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സ്പാർക്ക് വരും, മോട്ടിവേഷൻ വരും, പഠിക്കാൻ തോന്നും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുക്കും, പെട്ടെന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ വീണ്ടും ഒരു സ്പാർക്ക് വരും. ഈ സ്പാർക്ക് വരുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് ആ ഒരു ഫിയർ, ഞാൻ ഈ പറഞ്ഞൊരു ഫിയർ നമുക്ക് എപ്പോഴും വേണം. എന്ത് ഫിയറാണ്? എൻ്റെ പഠനം കുറഞ്ഞു പോകുന്നുണ്ടോ, ഞാൻ ഇത്ര നേരം വന്ന ആ എനർജി എനിക്ക് കുറയുന്നുണ്ടോ, എൻ്റെ സ്പാർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ പഠിക്കുന്നത് റൈറ്റ് ട്രാക്കിലാണോ, ഈ ഒരു ഫിയർ. ഓക്കെ, നമ്മളെ പഠനം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ഫിയറാണ്. അല്ലാണ്ട് പരീക്ഷയെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയെ പേടിക്കാതെ വേണം പഠിക്കാൻ. ആൻഡ് സെൽഫ് ചെക്ക്, നിങ്ങൾ പഠിക്കുന്നത് റൈറ്റ് ട്രാക്കിലാണോ, ആ ഒരു തുടക്കത്തിലുള്ള എനർജി ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും സെൽഫ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദ ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് റിവിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ സിലബസ് കവർ ചെയ്യണം. ഞാൻ പരീക്ഷയ്ക്ക് മുന്നേ സിലബസ് ഒക്കെ തീർത്തു എന്ന് അഭിമാനം പുരസ്സരം പറയുന്നതല്ല ശരി. നേരത്തെ കാലത്തെ സിലബസ് തീർത്ത് ഞാനൊരു 5-8 തവണ റിവൈസ് ചെയ്തു എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം. എത്ര
എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്തു അത്ര തവണ നിങ്ങളുടെ ബ്രെയിൻ ബ്രഷപ്പ് ആവും. നമുക്കറിയാം PSC ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് വൈഡ് നോളജ് ഉണ്ടായിരിക്കണം. കാരണം അത്രയേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തരിക. അതൊക്കെയും കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അത്രയേറെ അറിവ് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്കതിന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുത്ത് ബബിൾ ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം. ടൈക്കിലെ സ്റ്റുഡൻസിന് നമ്മളിപ്പോൾ ആ ഒരു ഫീച്ചറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും പരമാവധി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർക്ക് അത് ശീലമാകും. ഓക്കെ, നമുക്ക് ശീലമായ കാര്യം നമ്മൾക്ക് എക്സാമിന് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വരില്ല. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരമാവധി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് വേണം. അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഈ ഓപ്ഷൻസ് ഇങ്ങനെ വായിച്ച് കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണത്തിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാനോ ആൻസർ കണ്ടെത്താനോ കഴിയില്ല. ഓക്കെ, ആ ഒരു ഡൗട്ട് വരുന്നത് ഇത് ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുക, എന്നിട്ട് പരമാവധി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് MCQs പരമാവധി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ട്രെൻഡ് അറിഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്ട്രാറ്റജീസ് സ്റ്റെപ്സൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് പഠിച്ചു നോക്കുക. ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നിങ്ങൾ തരാൻ പഠിക്കാനായിട്ട്. ഇനി കോച്ചിങ്ങിന് ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനായ ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ടൈക്കിൽ നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മന്ത്ലി പേയ്മെൻറ്റ് മോഡാണ്. മന്ത്ലി 1000 റുപ്പീസാണ് ഫീസ് വരുന്നത്. സോ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാവും. മന്ത്ലി പേയ്മെൻറ്റ് ആകുമ്പോൾ ആദ്യം തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് അടച്ച് നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു, പൈസ നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാസമാണ് പഠിക്കാൻ പറ്റുന്നത്, അതിനുശേഷം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും നിങ്ങൾക്ക് പിന്നീട് ഫീസ് അടയ്ക്കേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പൈസ നഷ്ടം വരുന്നില്ല. അതുപോലെ നിങ്ങൾക്കിനി കോഴ്സിൻ്റെ ഒരു ഇംപ്രസ്ഡ് ആയില്ല, ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, വന്നവരാരും ഇതുവരെ തിരിച്ചു പോയിട്ടില്ല, അറിഞ്ഞില്ലല്ലോ മിസ്സേ നേരത്തെ എന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഒരു മാസം ആ ഒരു ഫീസ് അടച്ച് പഠിക്കാം, പിന്നെ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അവിടെയും ഫീസ് നഷ്ടം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ടെലഗ്രാമിലാണ് ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഫീസിൻ്റെ പേയ്മെൻറ്റ് മോഡ് പോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫീച്ചർ നമുക്ക് ടൈക്കിനുണ്ട്. അതാണ് മെൻറ്റർഷിപ്പ്. സാധാരണ ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന വാക്കിൽ ഒതുങ്ങലല്ല. ഇവിടെ നിങ്ങളെ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും റെഗുലറായിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കാരണം പഠിക്കുന്നുണ്ടോ എന്ന് നമ്മളെ പുറകെ നടന്ന് പറയാൻ ആരുമില്ല. ജീവിതമാണ്, പല സാഹചര്യങ്ങളും വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളുടെ പഠനം വഴിതെറ്റി പോകുന്നുണ്ടോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറച്ചെങ്കിലും കുറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ എപ്പോഴും പുറകിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഡ്മിഷൻ നമുക്ക് എടുക്കാനും കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോച്ചിങ് സെൻറ്ററിലേക്ക് ചേരാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സെറ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണ കൂടെ എക്സാമിന് മുമ്പായിട്ട് സെറ്റ് എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സെറ്റ് ക്വാളിഫൈ ചെയ്യുക. ഈ എക്സാമിന് അല്ലെങ്കിലും സെറ്റ് നമുക്ക് ആവശ്യമാണല്ലോ. സോ സെറ്റ് ക്വാളിഫൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സജസ്റ്റ് ചെയ്യുക. നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇതേ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ നമ്മളപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ HST ഇംഗ്ലീഷിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ്, അതുപോലെ സിലബസ് അനാലിസിസ്, മറ്റ് ടിപ്സ് ട്രിക്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഇനി നമ്മുടെ ഒഫീഷ്യൽ ചാനലായിട്ടുള്ള ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഇനി HST ഇംഗ്ലീഷിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സസും എൻ്റെ ചാനലിലുണ്ടാകും. അതുപോലെ ടൈക്കിൻ്റെ ഒഫീഷ്യൽ ചാനലിലും ഉണ്ടാകും. അതൊക്കെ റെഗുലറായി കാണാനും പഠിക്കാനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ടിപ്സും കാര്യങ്ങളൊക്കെ ഉപകാരമായോ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.